സുഹൃത്തുക്കളെ, നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ശബ്ദം നിങ്ങളുടെ ചെവിയിൽ മന്ത്രിക്കുന്നുണ്ടോ? നാളെ നിങ്ങളെല്ലാം നഷ്ടപ്പെടുത്തും, നിങ്ങൾക്കൊന്നുമാകാൻ പറ്റില്ല, നിങ്ങളൊരു പരാജിതനാണ്. ആ ശബ്ദത്തിന്റെ പേരാണ് ഭയം. അതൊരു പിശാചാണ്. അത് നിങ്ങളുടെ മനസ്സിൽ കൂടുകൂട്ടിയിരിക്കുന്നു. അത് നിങ്ങളുടെ സ്വപ്നങ്ങളെ തിന്നുതീർക്കുന്നു. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കുത്തിപ്പറിക്കുന്നു. ഇന്ന് ഞാൻ ആ പിശാചിനെ എങ്ങനെ കൊല്ലാം എന്ന് പറഞ്ഞുതരാം. ഇന്ന് ഞാൻ നിങ്ങളെ ഭയത്തിൽ നിന്ന് മുക്തരാക്കും. നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിങ്ങൾ മരിച്ച ജീവിയാണ്. നിങ്ങൾ ജീവിക്കുന്നില്ല. നിങ്ങൾ അതിജീവിക്കുക മാത്രമാണ്. നിങ്ങൾ ഭയന്ന് വിറക്കുക മാത്രമാണ്. ഇന്നത് അവസാനിപ്പിക്കുക. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ഭയം ഒരു പ്രാർത്ഥനയാണ്, എന്നാൽ അത് വിപരീത ദിശയിലുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾ പോസിറ്റീവായി പ്രാർത്ഥിക്കുമ്പോൾ നല്ല ശക്തികളെ ആകർഷിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുമ്പോൾ നിഷേധാത്മക ശക്തികളെ ആകർഷിക്കുന്നു. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ദാരിദ്ര്യം നിങ്ങളെ തേടിവരും. നിങ്ങൾ രോഗത്തെ ഭയപ്പെടുന്നുവെങ്കിൽ രോഗം നിങ്ങളെ പിടികൂടും. നിങ്ങൾ പരാജയത്തെ ഭയപ്പെടുന്നുവെങ്കിൽ പരാജയം നിങ്ങളുടെ വാതിൽക്കലെത്തും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ദേവതയെ തകർക്കുക. ആ ഭയത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക. എങ്ങനെ? ആദ്യം 7 മഹാഭയങ്ങളെ തിരിച്ചറിയുക. 1. ദാരിദ്ര്യത്തിന്റെ ഭയം. 2. വിമർശനത്തിന്റെ ഭയം. 3. രോഗത്തിന്റെ ഭയം. 4. പ്രണയം നഷ്ടപ്പെടുമോ എന്ന ഭയം. 5. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഭയം. 6. വാർദ്ധക്യത്തിന്റെ ഭയം. 7. മരണത്തിന്റെ ഭയം. ഈ 7 ഭയങ്ങളും പരസ്പരം ശക്തിപ്പെടുത്തുന്നു. അവ ഒരു ചങ്ങലയായി മാറുന്നു. ആ ചങ്ങലയെ തകർക്കുക. ആദ്യത്തെ ഭയം ദാരിദ്ര്യത്തിന്റെ ഭയം. ഇത് ഏറ്റവും അപകടകരമായ ഭയമാണ്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സ് ചുരുങ്ങുന്നു. നിങ്ങളുടെ ധൈര്യം നഷ്ടപ്പെടുന്നു. നിങ്ങൾ അവസരങ്ങൾ കാണുന്നില്ല. നിങ്ങൾക്ക് ചുറ്റും അവസരങ്ങൾ നിറഞ്ഞിരിക്കുന്നു, എന്നാൽ ഭയം നിങ്ങളുടെ കണ്ണുകളെ അന്ധമാക്കുന്നു. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്ന ആളുകൾ പലപ്പോഴും ദാരിദ്ര്യത്തെ ഭയക്കുന്നു. അവർ അതിനെ വെറുക്കുന്നു. എന്നാൽ അവരുടെ നിഷേധാത്മക വികാരങ്ങൾ അവരുടെ ബുദ്ധിയെ മങ്ങിക്കുന്നു. അവർ അവരുടെ ധൈര്യത്തെ ഇല്ലാതാക്കുന്നു. ഏറ്റവും വലിയ രാജ്യത്തിൽ പോലും അവർ ദാരിദ്ര്യത്തോടെ ജീവിക്കുന്നു. എന്തുകൊണ്ട്? കാരണം അവർ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു. അവർ അതിനെ ക്ഷണിച്ചു വരുത്തുന്നു. നിങ്ങൾ ദരിദ്രനാകാൻ ഇഷ്ടപ്പെടുന്നില്ലേ? അത് നല്ലതാണ്. അത് ധനികനാകാനുള്ള ആദ്യപടിയാണ്. എന്നാൽ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നത് നിർത്തുക. അത് നിങ്ങളുടെ ടേക്ക് ഓഫ് പോയിന്റ് മാത്രമാണ്. നിങ്ങൾക്ക് പണമില്ലേ? അത് നിങ്ങളുടെ ശക്തിയാകട്ടെ. നിങ്ങൾ എങ്ങനെ പണം ലാഭിക്കാം എന്ന് പഠിക്കും. നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരുടെ പണം ഉപയോഗിക്കാം എന്ന് പഠിക്കും. നിങ്ങൾക്ക് വിദ്യാഭ്യാസമില്ലേ? സ്വയം സ്വീകരിക്കാൻ കാത്തുനിൽക്കുന്നു. നിങ്ങളുടെ കഴിവുകൾക്ക് ആവശ്യക്കാരുണ്ട്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നത് നിർത്തുക. മുന്നോട്ട് നടക്കുക. രണ്ടാമത്തെ ഭയം വിമർശനത്തിന്റെ ഭയം. ഇതൊരു മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും വേഗത്തിൽ തളർത്തുന്നു. നിങ്ങൾക്കൊരു ആശയമുണ്ട്, അത് മികച്ചതാണ്. എന്നാൽ മറ്റുള്ളവർ എന്തു പറയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ ആ ആശയം അടക്കം ചെയ്യുന്നു. നിങ്ങളുടെ ഭാവനയെ നിങ്ങൾ കൊല്ലുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസത്തെ നിങ്ങൾ കൊല്ലുന്നു. ഹെൻറി ഫോർഡ് ഓട്ടോമൊബൈൽ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ വിമർശിച്ചു. ആർക്കും ആവശ്യമില്ല എന്ന് ബാങ്കുകാർ പറഞ്ഞു. ഗ്യാസോലിൻ ലഭ്യമാകില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞു. എന്നാൽ ഫോർഡിന്റെ ഭാര്യ പറഞ്ഞു, ആര് വിമർശിച്ചാലും നീ മുന്നോട്ടു പോകുക. ഫോർഡ് മുന്നോട്ടു പോയി. അദ്ദേഹം ലോകത്തെ മാറ്റി. നെപ്പോളിയൻ ഹിൽ തന്റെ സയൻസ് ഓഫ് പേഴ്സണൽ അച്ചീവ്മെന്റ് സംഘടിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ പോലും അദ്ദേഹത്തെ വിമർശിച്ചു. എന്നാൽ ഹിൽ കേട്ടില്ല. അദ്ദേഹം തന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രം ലോകമെമ്പാടും വ്യാപിച്ചു. ആൻഡ്രൂ കാർനെഗിയുടെ മുഴുവൻ സമ്പത്തിനേക്കാൾ കൂടുതൽ പണം അത് ഉപയോക്താക്കൾക്ക് സമ്പാദിച്ചു. നിങ്ങളും അങ്ങനെ തന്നെ. യോഗ്യതയുള്ള ഒരാളിൽ നിന്നുള്ള ഉപദേശം കേൾക്കുക. എന്നാൽ നിങ്ങളുടെ മനസ്സിന്റെ മൂർച്ചയെ മങ്ങിക്കുന്ന വിമർശനങ്ങളെ അവഗണിക്കുക. ഓർക്കുക, പരാജയപ്പെട്ടവർക്ക് വിജയിക്കുന്നവരെ വിമർശിക്കാൻ ഇഷ്ടമാണ്. ദുരിതം കൂട്ടുകെട്ട് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ആ കൂട്ടുകെട്ടിൽ പെടരുത്. വിമർശനത്തിന്റെ ഭയത്തെ തകർക്കുക. മുന്നോട്ടു നടക്കുക. മൂന്നാമത്തെ ഭയം രോഗത്തിന്റെ ഭയം. നിങ്ങൾക്ക് ചുറ്റും എത്ര പേരുണ്ട്? അവരുടെ പ്രധാന സംഭാഷണം രോഗമാണ്. അവർക്ക് എന്ത് രോഗം വന്നു? എന്ത് ഓപ്പറേഷൻ നടത്തി? എവിടെ വേദനിക്കുന്നു? അവർ എല്ലാ ദിവസവും രാവിലെ രോഗലക്ഷണങ്ങൾ തേടുന്നു. അവർ എല്ലാ ആരോഗ്യ ഫാഡുകളും പിന്തുടരുന്നു. അവർ ക്വാക്ക് മരുന്നുകൾ വാങ്ങുന്നു. എന്താണ് സംഭവിക്കുന്നത്? അവരുടെ മനസ്സ് രോഗത്തെ സൃഷ്ടിക്കുന്നു. ഇതാണ് സൈക്കോസോമാറ്റിക് രോഗം.
മനസ്സിൽ നിന്ന് ഉടലിലേക്ക് പകരുന്ന രോഗം. നെപ്പോളിയൻ ഹിൽ പറയുന്നു, തലവേദന, ദഹനക്കേട്, അൾസർ, സന്ധിവേദന, ചർമ്മരോഗങ്ങൾ, ഉറക്കമില്ലായ്മ ഇവയിൽ ഭൂരിഭാഗവും മനസ്സിന്റെ അസ്വസ്ഥതയിൽ നിന്ന് വരുന്നു. നിങ്ങൾ രോഗത്തിന്റെ പ്രതിബിംബം മനസ്സിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ശരീരം രോഗിയാകുന്നു. എങ്കിൽ എന്തു ചെയ്യണം? ആരോഗ്യത്തിന്റെ പ്രതിബിംബം വെക്കുക. നിങ്ങൾ ആരോഗ്യവാനാണെന്ന് വിശ്വസിക്കുക. രോഗത്തെക്കുറിച്ച് സംസാരിക്കരുത്. രോഗത്തെക്കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾക്ക് അസുഖം വന്നാലും അതൊരു താൽക്കാലിക അവസ്ഥ. വിശ്വാസം രോഗത്തെ സുഖപ്പെടുത്തുന്നു. രോഗത്തിന്റെ ഭയത്തെ തകർക്കുക, മുന്നോട്ടു നടക്കുക. 4-ാമത്തെ ഭയം, പ്രണയം നഷ്ടപ്പെടുമോ എന്ന ഭയം. പ്രണയവും സമാധാനവും കൈകോർക്കുന്നു. യഥാർത്ഥത്തിൽ പ്രണയിക്കുന്ന ഒരു ദമ്പതികൾ ലോകത്തിന് മാതൃകയാകുന്നു. എന്നാൽ പ്രണയമെന്നാൽ അടിമത്തമല്ല. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ ചങ്ങലയിൽ ബന്ധിക്കുന്നില്ല, അത് ഭയമാണ്. പ്രണയം നഷ്ടപ്പെടുമോ എന്ന ഭയം. യഥാർത്ഥ പ്രണയത്തിന് ഭയമില്ല. പ്രണയം ആവശ്യപ്പെടാനാകില്ല, അത് നൽകപ്പെടേണ്ടതാണ്. ഒരു വ്യക്തിയുടെ പ്രണയം നഷ്ടപ്പെട്ടേക്കാം, എന്നാൽ പ്രണയിക്കാനുള്ള കഴിവ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അത് മറ്റൊരാളെ തേടും. ചാൾസ് ഡിക്കൻസിന്റെ ആദ്യ പ്രണയം പരാജയപ്പെട്ടു. അദ്ദേഹം ആ വേദനയെ തന്റെ എഴുത്തിലേക്ക് മാറ്റി. അദ്ദേഹം ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന മഹത്തായ പുസ്തകം എഴുതി. നിങ്ങളും അങ്ങനെ തന്നെ. നഷ്ടപ്പെടുമോ എന്ന ഭയം വിടുക. പ്രണയിക്കുക. പൂർണ്ണമായി പ്രണയിക്കുക. വിശ്വസ്തയോടെ പ്രണയിക്കുക. പ്രണയം നിങ്ങളെ വലിയ നേട്ടങ്ങളിലേക്ക് നയിക്കും. പ്രണയം നഷ്ടപ്പെടുമോ എന്ന ഭയത്തെ തകർക്കുക, മുന്നോട്ടു നടക്കുക. 5-ാമത്തെ ഭയം, സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഭയം. ഒരു മനുഷ്യൻ ജയിലിൽ കഴിഞ്ഞു, പുറത്തിറങ്ങി. അയാൾക്ക് ജോലി കിട്ടാൻ പ്രയാസമായിരുന്നു. എന്നാൽ അയാൾ പറഞ്ഞു, എനിക്കെന്റെ സ്വാതന്ത്ര്യം തിരികെ കിട്ടി. ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കും, പക്ഷേ സ്വാതന്ത്ര്യമില്ലെങ്കിൽ എല്ലാം വ്യർത്ഥമാണ്. എന്നാൽ നിങ്ങൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുകയാണെങ്കിൽ ആ ഭയം തന്നെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ ശത്രുവാകുന്നു. നിങ്ങൾക്ക് അസുഖം വന്ന് കിടക്കയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങൾക്ക് ആ സമയം മറ്റെന്തെങ്കിലും പ്രയോജനകരമായി ഉപയോഗിക്കാം. ഹിൽ തനിക്ക് പനി വന്നപ്പോൾ ഈ പുസ്തകത്തിന്റെ രൂപരേഖ തയ്യാറാക്കി. നിങ്ങൾക്ക് ട്രാഫിക്കിൽ കുടുങ്ങിയാൽ ആ സമയം വിശ്രമത്തിനായി ഉപയോഗിക്കുക. നിങ്ങൾക്കൊരു ഓഫീസിൽ കാത്തിരിക്കേണ്ടി വന്നാൽ നിങ്ങളുടെ വിൽപ്പന പോയിന്റുകൾ ആവർത്തിക്കുക. സമയം സമ്പത്താണ്. എന്നാൽ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന ഭയം നിങ്ങളുടെ മനസ്സിനെ ദുർബലമാക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ ഭയത്തെ തകർക്കുക, മുന്നോട്ട് നടക്കുക. 6-ാമത്തെ ഭയം, വാർദ്ധക്യത്തിന്റെ ഭയം. ഞാൻ 75 വയസ്സുള്ള ഒരു മനുഷ്യനെ അറിയുന്നു. അവൻ പറയുന്നു, ഞാനൊരിക്കൽ നല്ല ബേസ്ബോൾ കളിക്കാരനായിരുന്നു. ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് വാർദ്ധക്യത്തെ ഭയക്കുന്നവരുടെ വാക്കാണ്. പ്രകൃതി ഒരിക്കലും ഒന്നും എടുക്കാറില്ല, പകരം അവൾ മറ്റെന്തെങ്കിലും തരുന്നു. യൗവനമെടുക്കുമ്പോൾ അവൾ ജ്ഞാനം തരുന്നു. ഒരു വൃദ്ധന്റെ ജ്ഞാനവും അനുഭവവും ഉണ്ടാകില്ല. നിങ്ങൾക്ക് 80-കളിൽ ഒരു പുതിയ സ്കൂൾ സംവിധാനം ആരംഭിച്ചു. അദ്ദേഹത്തിന് 84 വയസ്സിൽ ഈ പുസ്തകം എഴുതി. അദ്ദേഹം പറയുന്നു, എല്ലാ വർഷവും എൻ്റെ ജന്മദിനത്തിൽ ഞാൻ എൻ്റെ പ്രായത്തിൽ 1 വയസ്സ് കുറയ്ക്കുന്നു. ഞാൻ 20 വയസ്സുകാരൻ്റെ മനസ്സോടെ ലോകത്തെ നോക്കുന്നു. നിങ്ങളും അങ്ങനെ ചെയ്യുക. നിങ്ങളുടെ പ്രായത്തെ ഭയപ്പെടരുത്. വാർദ്ധക്യത്തെ ആശ്ലേഷിക്കുക. നിങ്ങളുടെ ജ്ഞാനം ഉപയോഗിക്കുക. വാർദ്ധക്യത്തിന്റെ ഭയത്തെ തകർക്കുക, മുന്നോട്ടു നടക്കുക. 7-ാമത്തെ ഭയം, മരണത്തിന്റെ ഭയം. നെപ്പോളിയൻ ഹില്ലിന്റെ അച്ഛൻ അദ്ദേഹത്തെ നരകത്തിന്റെ ഭയം പഠിപ്പിച്ചു. എന്നാൽ ഹിൽ അത് സ്വീകരിച്ചില്ല. മരണത്തിനു ശേഷം എന്തു സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. ആരും അറിയുന്നില്ല. എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ, ഇവിടെ, ഇന്ന്. നിങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുക. നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുക. നിങ്ങളുടെ ബന്ധുക്കൾക്കായി വസ്തു വിട്ടുകൊടുക്കുന്നത് നിങ്ങൾക്ക് നിയന്ത്രിക്കാം. അത് ചെയ്യുക. എന്നാൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത്. മരണത്തെ ഭയപ്പെടരുത്. മരണത്തിന്റെ ഭയത്തെ തകർക്കുക. മുന്നോട്ടു നടക്കുക. സുഹൃത്തുക്കളെ, ഈ 7 ഭയങ്ങളും നിങ്ങളുടെ മനസ്സിനെ ഒരു തടവറയാക്കുന്നു. നിങ്ങൾ ഭയത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ മരിച്ച ജീവിയാണ്. നിങ്ങൾ ജീവിക്കുന്നില്ല. നിങ്ങൾ അതിജീവിക്കുക മാത്രം. അഭിമുഖീകരിക്കുക. അവയെ കണ്ണിൽ നോക്കുക. അവ കേവലം ചെറിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ഒരു കാട്ടിൽ ഒരു കടുവയെ കണ്ടാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതാണ്.
അത് ആത്മരക്ഷയാണ്. എന്നാൽ സ്വയം സൃഷ്ടിച്ച ഭയങ്ങൾ വേണ്ട. അവ മനുഷ്യനിർമ്മിതമായ പിശാചാണ്. ആ പിശാചിനെ തോൽപ്പിക്കുക. എങ്ങനെ? ആത്മവിശ്വാസത്തിലൂടെ. സ്വയം വിശ്വസിക്കുക. നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ഭയത്തെ അതിജീവിക്കും. നെപ്പോളിയൻ ഹിൽ തന്റെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നു. അദ്ദേഹം ഡോൺ മെല്ലറ്റിന്റെ കൊലപാതകത്തിൽ പെടുമോ എന്ന് ഭയന്ന് ഒളിവിൽ പോയി. അദ്ദേഹം ഭയത്താൽ തളർന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ആ ഭയത്തെ അഭിമുഖീകരിച്ചു. അദ്ദേഹം ഒരു ഹോട്ടൽ മുറിയിലിരുന്നു. തന്റെ മനസ്സിനെ ശാന്തമാക്കി അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ ഭയപ്പെടില്ല, ഞാൻ മുന്നോട്ടു പോകും. അദ്ദേഹം ഒരു പ്രസാധകനെ കണ്ടു. തന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ ഭയത്തെ അദ്ദേഹം ജയിച്ചു. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങളുടെ ഭയം എന്താണെങ്കിലും അതിനെ അഭിമുഖീകരിക്കുക. അതൊരു നിഴൽ മാത്രമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അതിനെ തൊട്ടാൽ അത് മാറും. നിങ്ങൾ അതിനെ നോക്കി ചിരിച്ചാൽ അത് അപ്രത്യക്ഷമാകും. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ഭയം ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുമ്പോൾ നിങ്ങൾ ദാരിദ്ര്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ രോഗത്തെ ഭയപ്പെടുമ്പോൾ നിങ്ങൾ രോഗത്തിനായി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പരാജയത്തെ ഭയപ്പെടുമ്പോൾ നിങ്ങൾ പരാജയത്തിനായി പ്രാർത്ഥിക്കുകയാണ്. എങ്കിൽ പ്രാർത്ഥന മാറ്റുക. ഇപ്പോൾ മുതൽ സമ്പത്തിനായി പ്രാർത്ഥിക്കുക, ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുക, വിജയത്തിനായി പ്രാർത്ഥിക്കുക. എങ്ങനെ? ആത്മവിശ്വാസത്തോടെ. ഞാൻ സമ്പന്നനാകും, ഞാൻ ആരോഗ്യവാനാകും, ഞാൻ വിജയിക്കും. ഈ വാക്കുകൾ ആവർത്തിക്കുക. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത് ശേഖരിക്കും. നിങ്ങളുടെ ഭയങ്ങൾ അപ്രത്യക്ഷമാകും. നെപ്പോളിയൻ ഹിൽ ഒരു പ്രധാന കാര്യം കൂടി പറയുന്നു. ഓരോ പ്രതികൂല സാഹചര്യത്തിനുള്ളിലും ഒരു വലിയ നന്മയുടെ വിത്ത് ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടുമ്പോൾ ആ വിത്ത് നശിക്കുന്നു. നിങ്ങൾ ധൈര്യപ്പെടുമ്പോൾ ആ വിത്ത് മുളയ്ക്കുന്നു. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടോ? ഭയപ്പെടരുത്. ആ നഷ്ടത്തിനുള്ളിൽ ഒരു വലിയ അവസരമുണ്ട്. നിങ്ങൾ രോഗബാധിതരായോ? ഭയപ്പെടരുത്. ആ രോഗം നിങ്ങൾക്കൊരു പാഠം പകരും. നിങ്ങൾ പ്രായമായോ? ഭയപ്പെടരുത്. നിങ്ങളുടെ പ്രായം നിങ്ങളുടെ ശക്തിയാണ്. നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നുണ്ടോ? നിർത്തുക. മരണം അനിവാര്യമാണ്. എന്നാൽ മരണം വരെയുള്ള ജീവിതം നിങ്ങളുടേതാണ്. ആ ജീവിതത്തെ ഭംഗിയാക്കുക. സമ്പത്തുക കൊണ്ട്, സ്നേഹം കൊണ്ട്, വിജയം കൊണ്ട്, സമാധാനം കൊണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോടൊരു ഉറപ്പു തരുന്നു. നിങ്ങൾ ഭയത്തെ അതിജീവിക്കും. നിങ്ങൾ അതിനെ അതിജീവിക്കും. എങ്ങനെ? ഈ 7 ഭയങ്ങളെ ഇന്നു തന്നെ ഒരു കടലാസിൽ എഴുതുക. അവയെ ഒന്നൊന്നായി വിശകലനം ചെയ്യുക. ഇവയിൽ എത്ര യഥാർത്ഥമാണ്, എത്ര സ്വയം സൃഷ്ടിച്ചതാണ്? സ്വയം സൃഷ്ടിച്ച ഭയങ്ങളെ ഉടനെ തള്ളിക്കളയുക. അവ നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കരുത്. യഥാർത്ഥ ഭയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയ്ക്ക് പരിഹാരം കാണുക. എങ്ങനെ? നടപടിയിലൂടെ. ഭയത്തിനുള്ള ഏറ്റവും വലിയ മരുന്ന് നടപടിയാണ്. നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ഒരു സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുക. ചെറുതായി തുടങ്ങുക, എന്നാൽ തുടങ്ങുക. നിങ്ങൾ വിമർശനത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ആശയം ആദ്യം സ്വയം പരീക്ഷിക്കുക. അത് വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം വരും. നിങ്ങൾ രോഗത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഭക്ഷണക്രമം മെച്ചപ്പെടുത്തുക, വ്യായാമം ചെയ്യുക, ഡോക്ടറെ കാണുക, നടപടിയെടുക്കുക. നിങ്ങൾ പ്രണയം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക. അവർക്ക് കൂടുതൽ സമയം നൽകുക, അവരെ കൂടുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പരിശോധിക്കുക. നിങ്ങൾക്കായി കുറച്ച് സമയമെടുക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾ വാർദ്ധക്യത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ചെറുപ്പമായി നിലനിർത്തുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. ചെറുപ്പക്കാരോട് ഇടപഴകുക. നിങ്ങൾ മരണത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ദിവസവും പൂർണ്ണമായി ജീവിക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹം പറയുക. നിങ്ങളുടെ കടങ്ങൾ തീർക്കുക. നിങ്ങളുടെ വസ്തുവിതരണം ക്രമപ്പെടുത്തുക. എന്നിട്ട് ഭയത്തെ വിടുക. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തവണ മരണത്തോടടുത്തു. എനിക്ക് ടൈഫോയിഡ് പനി വന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം. എൻ്റെ അച്ഛൻ വനത്തിൽ പോയി പ്രാർത്ഥിച്ചു. അദ്ദേഹം വിശ്വസിച്ചു എൻ്റെ മകൻ ജീവിക്കും. അദ്ദേഹത്തിൻ്റെ ഭയമില്ലാതായി. അദ്ദേഹത്തിന് സമാധാനം കിട്ടി. അദ്ദേഹം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കുന്നു. എൻ്റെ പനി മാറി. അത് വിശ്വാസത്തിൻ്റെ ശക്തിയായിരുന്നു, ഭയമല്ല. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ഭയങ്ങളെ തിരിച്ചറിയുക.
അവയ്ക്ക് പേരിടുക, അവയെ അഭിമുഖീകരിക്കുക, അവയെ തകർക്കുക. നിങ്ങൾ ഭയത്തിൽ നിന്ന് മുക്തരാകുമ്പോൾ നിങ്ങൾ ജീവിക്കാൻ സ്വതന്ത്രരാകും. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയും, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും, നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയും, നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയും. ഓർക്കുക, ഭയം ഒരു പ്രാർത്ഥനയാണ്, എന്നാൽ അത് വിപരീത ദിശയിലുള്ള പ്രാർത്ഥനയാണ്. ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥന മാറ്റുക. ഭയത്തെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് നീക്കുക. അതിൻ്റെ സ്ഥാനത്ത് വിശ്വാസത്തെ വയ്ക്കുക. ഞാൻ ആരോഗ്യവാനാകും, ഞാൻ സ്നേഹിക്കപ്പെടും, ഞാൻ സ്വതന്ത്രനാകും, ഞാൻ എപ്പോഴും ചെറുപ്പമായിരിക്കും, ഞാൻ ജീവിക്കും. ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഇതാണ് ഭയത്തെ തോൽപ്പിക്കുന്ന മന്ത്രം. ഇന്നു മുതൽ ഈ മന്ത്രം ആവർത്തിക്കുക. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, ഉറങ്ങുന്നതിന് മുൻപ്, ഉണരുമ്പോൾ. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇത് ശേഖരിക്കും. നിങ്ങളുടെ ഭയങ്ങൾ അലിഞ്ഞു ചേരും. നിങ്ങളൊരു പുതിയ മനുഷ്യനായി മാറും. നിങ്ങളുടെ നടത്തത്തിൽ ആത്മവിശ്വാസം വരും. നിങ്ങളുടെ സംസാരത്തിൽ ശക്തി വരും. നിങ്ങളുടെ മുഖത്ത് പ്രകാശം വരും. ലോകം നിങ്ങളെ വ്യത്യസ്തമായി കാണും. നിങ്ങൾ അവസരങ്ങൾ ആകർഷിക്കും. നിങ്ങൾ വിജയങ്ങൾ ആകർഷിക്കും. നിങ്ങൾ സമ്പത്ത് ആകർഷിക്കും. നിങ്ങൾ സമാധാനം ആകർഷിക്കും. ഇത് സംഭവിക്കും. കാരണം ഇത് പ്രപഞ്ച നിയമമാണ്. നിങ്ങൾ ഭയപ്പെടുന്നതെന്തോ അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾ വിശ്വസിക്കുന്നതെന്തോ അതും നിങ്ങളിലേക്ക് വരും. അതുകൊണ്ട് ഇനി ഭയപ്പെടരുത്. വിശ്വസിക്കുക, പ്രവർത്തിക്കുക, നേടുക. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങളുടെ അവസരമാണ്. ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഭയത്തിൽ നിന്ന് മുക്തരാകുക. ജീവിക്കാൻ സ്വതന്ത്രരാകുക. സമ്പന്നരാകുക. സമാധാനത്തോടെ ജീവിക്കുക. അടുത്ത അധ്യായത്തിൽ നമ്മൾ പണത്തെക്കുറിച്ച് സംസാരിക്കും. നിങ്ങൾ പണത്തെ കീഴ്പ്പെടുത്തുമോ അതോ പണം നിങ്ങളെ കീഴ്പ്പെടുത്തുമോ? അതും വളരെ പ്രധാനമാണ്. എന്നാൽ അതിനു മുമ്പ് ഇന്നത്തെ പാഠം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. ഭയത്തെ തകർക്കുക. 7 ഭയങ്ങളും ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ മനസ്സിൽ